എന്ത് വെച്ചാൽ ക്രേസി ഫൈ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. അതിനാവശ്യമുള്ളൊരു ക്രോസ് സ്റ്റിച്ചിൻ്റെ തുണിയാണ്. ഈ ഡിസൈനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഈ കളർ നൂല്, പിന്നെ ഒരു ബ്ലൂ കളർ നൂല്, പിന്നെ ഒരു ബ്ലൂ കളർ, പിന്നെ ഒരു യെല്ലോ കളർ നൂല്. എന്നിട്ട് നമ്മൾ ഈ ഹുപ്പ് ഇടണം. ഈ അടി വെച്ചിട്ട് ഇങ്ങനെ ഹുപ്പിട്ട് ടൈറ്റ് ആക്കണം. നമ്മളുടെ ഈ നീലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡാർക്ക് പിങ്ക്, പിന്നെ ഡാർക്ക് ഗ്രീൻ. ഇതാണ്. ഇനി ഞാൻ ഓൾറെഡി ഇവിടെ എൻഡിങ് ഒരു കെട്ട് കൊടുത്തിട്ട് ഈ തുടക്കത്തിൽ ഇത് ഈ ഓട്ടയിൽ കൂടെ എടുത്തിട്ട് നമുക്ക് ഞാൻ ആദ്യം ചെയ്തൊരു എംബ്രോയിഡറി ഉണ്ടായിരുന്നു. ആ എംബ്രോയിഡറി വർക്ക് ഞാൻ ആദ്യത്തെ തുടക്കത്തിലിടാം. പിന്നെ ഈ ഡിസൈനും തുടക്കത്തിലിടാം. ഇനി നമുക്ക് അടിയിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ ഇവിടുന്ന് ആ പോയിന്റിൽ തന്നെ ഒന്ന് താഴോട്ട് ഇറക്കാം. ഇങ്ങനെ വരും. ബാക്ക് സ്റ്റിച്ചാണിത്. എന്നിട്ട് പിന്നെയും ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടേക്ക് തന്നെ കോർക്കാം. അങ്ങനെ ഈ എ മൊത്തം നമ്മൾ കോർക്കണം. ഇത് ഈ എ മൊത്തം. കുറച്ച് വലിയ നൂല് എടുക്കുകയാണെങ്കിൽ ഈ എ മൊത്തം തികയും. ഇതിപ്പോൾ ഞാൻ നീളം കുറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഈ എ ഫുള്ളും നമ്മൾ തീർക്കണം. ഇവിടെ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ പുറത്ത് ഇതും ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് സ്റ്റിച്ചും തുന്നാട്ടോ. ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ച് മാത്രമേ തുന്നുന്നുള്ളൂ. എനിക്കതാ ഈസി. അത് കാരണം ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് തുന്നുന്നത്. ഞാനിത് ഈ അകത്തെ എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് എയും കൂടി ഇത്രയും നൂലുണ്ട്. ബാക്കി ഇത്രയല്ല, കുറച്ചും കൂടി ഉണ്ട്. അത് ഈ ക്ലോത്തിൻ്റെ അടിയിലായ കാരണം കാണാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇത് കർവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇനി നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ രണ്ട് ഇതായി കൊടുത്താൽ മതി. ഡാഷ് പോലത്തെ അത് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എ നമ്മൾ ചെയ്തിട്ടുണ്ട് നീല കളറിൽ. ഇനി ഇത് ഇവിടെ രണ്ട് കെട്ട്, കുറേ കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, അങ്ങനെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇല വരയ്ക്കണം. ഇല വരയ്ക്കുന്നതിന് ഡിസൈൻ വരയ്ക്കണം. അതിന് ഞാൻ പേന എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് തുടങ്ങുന്നത്. അത് കാരണം ഇവിടുന്ന് ഇങ്ങനെ അത് കാരണം അത്രയും തെളിച്ച് വരില്ല. അപ്പം ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെയാണ്. എന്നിട്ട് ഇതിൽ കൂടെ ഇല വരച്ചിട്ട് ഇവിടെ ഒരു ടോപ്പിലൊരു പൂ, പിന്നെ ഇവിടെ കുറേ പൂക്കൾ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. ഞാൻ ഡാർക്ക് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ പിന്നെ കോർത്തിട്ടുണ്ട്. എന്നിട്ട് അത്രയും ഒന്നും വേണ്ട, ഇത്ര എടുക്കാം. ഇല കാരണം ഈ ബാക്ക് സ്റ്റിച്ചിന് കാരണം ചില കുറേ നൂല് ആവശ്യമുണ്ടാവും. അത് കാരണം ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവസാനം ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയൊന്ന് നല്ലോണം ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ടാക്കി കൊടുത്താൽ മതി. പിന്നെയും അങ്ങനെ ചെയ്യാം. 3 കെട്ട് കൊടുക്കണം. ഈ തുന്നി കഴിഞ്ഞിട്ടും അവസാനം 3 കെട്ട് കൊടുക്കണം.
ഇപ്പം ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വരയ്ക്കാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എടുത്തിട്ട് ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിട്ട് അടിയിൽ നിന്ന് എടുക്കണം. ചിലപ്പോൾ ഈ തുണിയോട് കൂടി തുന്നിപ്പോൾ അത് സൂക്ഷിക്കണം. നല്ല കട്ടിയിൽ തുന്നിയ രസമുണ്ടാവും. ഇനി ഞാൻ ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ വരയ്ക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അടിയിന്ന് പിന്നെ ഈ സൈഡിൽ അടിയിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഒരു വരയും വരയ്ക്കുക. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരയും അതും ഒരുമിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്, ഈ കളറും കൊണ്ട് തന്നെ. ഇങ്ങനെ വളഞ്ഞ് ബാക്ക് സ്റ്റിച്ച് ആട്ടത് ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് അവസാനിച്ചിട്ട് അടിയിന്ന് വലിക്കും. എന്നിട്ട് പിന്നെയും അടിയിന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു വളവ്, ഇത്രയേ ഉള്ളൂ. അതിന് നമുക്ക് ഈ ഇല തുന്നി തുടങ്ങാം. ഇത് ഇവിടുന്ന് നൂലൊന്ന് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതെങ്ങനെ ഇത് ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്ന അത് ഊരിപ്പോരും. അപ്പോൾ വേറെ വേറെ ഓട്ടയിലൊക്കെ ആയിട്ട് തുടങ്ങണം. കുഞ്ഞിലയായിരിക്കും നല്ലോണം രസം. അത് കാരണം ഞാൻ ഇച്ചിരി കുഞ്ഞിലയായിട്ട് വരയ്ക്കുന്നത് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഞാനിപ്പോൾ 2 ഇല വരച്ചുള്ളൂ. അപ്പം ഞാൻ 3ാമത്തെ ഇല തുടങ്ങി. ഇങ്ങനെ ആദ്യം സൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നടുക്കുകയെന്ന് എടുക്കാം, അതായിരിക്കും ഈസി. ഇപ്പം ഇച്ചിരി കട്ടിയിലായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് പിന്നെയും ഇവിടുന്ന് ഇവിടേക്ക് പിന്നെ നടുക്കിലേക്ക്. അങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വരച്ചുകൊണ്ട് പോവാം. പിന്നെ ഇവിടെ ഒരു പൂ, പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു പൂവൊക്കെ വരച്ചു കൊടുക്കാം.
അപ്പം ഞാനിവിടെ ഇല ഇങ്ങോട്ടും 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 ഇങ്ങനെയാണ് വരച്ചത്, ഈ സിക്സാഗ് രൂപത്തിൽ. ഇനി ഇവിടെ ഒരു പൂ വരയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് കെട്ടി വെക്കാം ലാസ്റ്റ് ഇവിടെ അവസാനം. അപ്പം ഞാനൊരു മഞ്ഞ നൂലെടുക്കുന്നുണ്ട്. ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ നടുക്കത്തെ ഇതായിട്ടാണ് പൂവിൻ്റെ. അപ്പോൾ ഞാൻ ഇവിടെ 3 കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂചിയിലൂടെ കോർക്കാം. എന്നിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് അടിക്കൂടെ എടുക്കാം. എന്നിട്ട് ഈ മുട്ടൊന്ന് നമുക്കിങ്ങനെ കോർക്കാം. ഞാനിപ്പോൾ 3 ഡോട്ട്സ് തോന്നുന്നു. ഞാനിപ്പോൾ 2 ഡോട്ട് ഇതാക്കിയിട്ടുള്ളൂ. ഒരു ഡോട്ടും കൂടി കൂടെ എടുത്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ. ഇപ്പൊ കുറച്ച് കട്ടിയിലായിട്ടുണ്ട്. ഞാൻ മൊട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ വേറെ സ്ഥലത്തായിട്ട് ഇപ്പൊ ചെയ്യാം. ഇനി ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മുട്ട് കുറച്ച് കട്ടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത് കേട്ടോ. ആ 2 മുട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പല പല സ്ഥലത്തായിട്ട് നല്ല രസമുണ്ടാവും. അപ്പം നമ്മൾ മുട്ടൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇലയും വരച്ചു. ഇനി നമുക്ക് ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 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 ആയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിൽ തുന്നാം. ഇത് ബ്ലാക്ക് ആക്കിയിട്ട് പല കളറിൽ തുന്നാം. അപ്പോൾ രസം ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ തുന്നി നോക്കിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു പൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൂ പകുതി ഇങ്ങനെ ഇവിടെ തട്ടുന്ന കാരണം പകുതി ഗൈസ് നമ്മുടെ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൂ 1 2 3 പൂ ഇല്ല 4 പൂ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഇല. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വരച്ചിട്ടുള്ളൂ, സിമ്പിളാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ കാലം ഇതാണ്.
ഇങ്ങനെ കുറേ നൂല് ചുറ്റില്, പിന്നെ ഇവിടെ കുറെ വരച്ചതൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഹുപ്പ് ഊരാം. അപ്പോൾ ഇത് ഊരിയിട്ടുണ്ട്. ഇതാണ് എ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും ഈ കമൻറ്റും ചെയ്യണേ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.